അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയുടെ പുറംഭാഗത്ത് അഥവാ ബാബുസ്സലാം, നേരെ മുന്നിൽ കാണുന്ന വാർഡാണ് ബാബുസ്സലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫ് നിലകൊള്ളുന്നത് ബാബുസ്സലാമിൻ്റെ നേരെ എതിർവശത്തുള്ള ബാബു ജിബ്രീൽ എന്നൊരു വാതിലുണ്ട്. ആ വാതിലിനോട് ചാരയാണ്. ഇപ്പോൾ ആൾക്കാർക്ക് സലാം പറയാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ സിയാറത്ത് ചെയ്യാനും വേണ്ടി ഈ ഒരു വാതിലിലൂടെയാണ് അങ്ങോട്ടുള്ളിലേക്ക് കടത്തി വിടുക. എന്നിട്ട് അവിടെ പോയി ജസ്റ്റ് സലാം പറഞ്ഞ് തിരിച്ച് ബാബു ജിബ്രീലിലൂടെ അപ്പുറത്തിറങ്ങുകയാണ് ചെയ്യുക. അതല്ലാതെ അവിടെ നിൽക്കാൻ സമ്മതിക്കുകയില്ല. അവിടെ നിന്ന് പ്രാർത്ഥിക്കാനൊന്നും ഇപ്പോൾ അനുവദനീയമല്ല. ആ ഒരു വാതിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുന്നിൽ. വിശാലമായ ഹറമിൻ്റെ പരിസരത്ത് മുറ്റത്തുള്ള തണല് വിരിക്കുന്ന കൊടകളാണ് മുന്നിലുള്ളത്. പോരാത്തത് ഇന്ന് ഫാന് കണ്ടില്ല, നല്ല കൂൾ സിസ്റ്റമുള്ള നല്ല വെള്ളം ബ്ലോ ചെയ്തിട്ടുള്ള ഒരു ഫാനും ഇതിങ്ങനെ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏകദേശം അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് ബാബുസ്സലാമിൻ്റെ. അതിൻ്റെ തൊട്ടപ്പുറത്ത് 3 ക്രീം കളറിലുള്ള 3 ഡോറ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് പ്രധാനപ്പെട്ട ഒരു ഡോറാണ്. അതിൽ ഒന്നാമത്തെ ഡോറ്, ഫസ്റ്റ് ആ ക്രീം കളറിലെ ഡോറ് തുറന്ന് അതിനുള്ളിൽ ഒരു വാതിലുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാതിൽ മാത്രം എൻ്റെ പള്ളിയിലേക്ക് തുറന്നിടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന കാലഘട്ടത്തിൽ പിന്നെ റസൂലുള്ളാഹിൻ്റെ മസ്ജിദ് നബവിയിലേക്ക് എല്ലാവരുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് എത്താൻ ചെറിയ ചെറിയ ഒരു ഇടനാഴിക ഉണ്ടാവുമായിരുന്നു. അത്തരത്തിൽ ഒരു പിന്നെ ഇടനാഴിക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാതിൽ വന്നിരുന്ന വഴി ഇതായിരുന്നു. ഈ അബൂബക്കർ സിദ്ദീഖിൻ്റെ വാതിലൊഴികെ മറ്റെല്ലാവരുടെ വാതിലും പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന കവാടം അടച്ചിടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായും പിന്നീട് ഒരിക്കലും ആ ഒരു വാതിൽ അടച്ചതായും ചരിത്രത്തിലില്ല. അത്തരത്തിലുള്ള ഒരു വാതിലാണിത്. സിദ്ദീഖ് ഗേറ്റ് എന്നാണ് ഈ ഗേറ്റിൻ്റെ പേര്. ബാബു അബൂബക്കർ സിദ്ദീഖ്. റൗള ഷരീഫ് അതിൻ്റെ ഉള്ളിലേക്ക് നുസ്ക് വഴി അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് പിൻകാലത്ത് വികസനം നടത്തിയ പള്ളിയാണ്. അതാണ് റൗള ഷരീഫ്. കണ്ടില്ല, അവിടെ അടക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ റൗളത്തുൽ മിൻ റിയാദിൽ ജന്ന എന്ന് പറയുന്ന റൗള ഷരീഫ് ആണത്. ഈ അടക്കപ്പെട്ട ഭാഗങ്ങൾ, അതിലേക്ക് നമുക്ക് പ്രവേശനമില്ല. അത് നുസ്ക് വഴി ഒരു വർഷത്തിൽ ഒരു വട്ടം ഒരാൾക്ക് കയറാൻ അനുവദിക്കുള്ളൂ. അതിന് അരമണിക്കൂർ. അത് കഴിഞ്ഞാൽ അവരത് നിർത്തും. ഇത്രയും പ്രസിദ്ധം